എറണാകുളത്ത് മഞ്ഞപ്പിത്ത ബാധ വ്യാപകമാകുന്നു. ഏലൂർ, വേങ്ങൂർ, കളമശ്ശേരി, കോതമംഗലം, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിൽ രോഗബാധ ഏറ്റവും കൂടുതൽ. കഴിഞ്ഞ ഒരു മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 100-ലധികം രോഗികളാണ്. ഇതുവരെ രോഗം ബാധിച്ച് 3 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. കൃഷ്ണപ്രിയ AR ചേരുന്ന വിവരങ്ങളുമായി. കൃഷ്ണപ്രിയ, ഈ എറണാകുളത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മഞ്ഞപ്പിത്ത ബാധയ്ക്ക് പുറമേ തന്നെ ഈ ഡെങ്കിപ്പനി വ്യാപനവും ഒക്കെ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കളമശ്ശേരി ഭാഗങ്ങളിലൊക്കെ ഉണ്ടായ ഈ ഡെങ്കിപ്പനി ബാധയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഇതിപ്പോൾ ഈ മഞ്ഞപ്പിത്ത പ്രതിരോധ നടപടികൾക്കൊക്കെ ആരോഗ്യവകുപ്പ് തുടക്കം കുറിച്ചു കഴിഞ്ഞോ? ആശങ്കാജനകമായ സാഹചര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിലനിൽക്കുന്നുണ്ടോ? വിവരങ്ങൾ. എറണാകുളത്ത് മഞ്ഞപ്പിത്ത ബാധ വ്യാപകമാവുകയാണ്. ഈ പറഞ്ഞതുപോലെ ഏലൂർ, വേങ്ങൂർ, കളമശ്ശേരി, കോതമംഗലം, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലൊക്കെയാണ് രോഗബാധ കൂടുതൽ. ഈ കളമശ്ശേരിയൊക്കെ പറയുവാണെങ്കിൽ അവിടെ ഡെങ്കിപ്പനി വ്യാപനവും രൂക്ഷമായി നിലനിൽക്കുകയാണ്. അതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ ഈ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണവും കൂടുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ തന്നെ 100-ലധികം കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിൽ ഏറ്റവും ആശങ്കാജനകമായ കാര്യം ഈ ഒരു മാസത്തിനിടയിൽ 3 പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ഈ മഴക്കാലം വന്നു തുടങ്ങിയതോടുകൂടി പകർച്ചവ്യാധികളുടെ വ്യാപനവും വളരെ കൂടുതലാണ്. ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ വളരെ ഒരു ആശങ്കാജനകമായ സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നതും. കൃഷ്ണപ്രിയ ചേരുന്നു. കൃഷ്ണപ്രിയ, പറയാം. എറണാകുളം ജില്ലയിൽ ഇപ്പോൾ മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും മറ്റു പനിയും വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം പ്രത്യേകിച്ച് മൂവാറ്റുപുഴ മേഖലയിൽ മഞ്ഞപ്പിത്തം വളരെയധികം വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹെപ്പറ്റൈറ്റിസ് എയും ബിയും ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഹെപ്പറ്റൈറ്റിസ് എ ജലജന്യ രോഗമാണ്, വെള്ളത്തിലൂടെ പകരുന്ന ഒരു അസുഖമാണ്. ഇത് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് ഒരുപാട് പേർ ചികിത്സയിൽ കഴിയുകയും അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി എന്താണ് ഇതിന്റെ കാരണമെന്ന് ഇതുവരെയും ആരോഗ്യവകുപ്പിന് കണ്ടെത്താനായില്ല. ഉന്നതതല യോഗം ചേർന്നിരുന്നു. എങ്കിൽ കൂടിയും ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് ഈ പ്രദേശത്ത് പായിപ്ര, ഊരമന അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് ബി വ്യാപിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇതിന്റെ കാരണം എന്താണെന്ന് ആരോഗ്യവകുപ്പിന് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡെങ്കിപ്പനിയും ഈ ജില്ലയിൽ വ്യാപിക്കുന്നത്. നമുക്കറിയാം, ഈ മട്ടാഞ്ചേരി, കോതമംഗലം, ഏലൂർ, വേങ്ങൂർ, കളമശ്ശേരി പ്രദേശങ്ങളിലെല്ലാം ഡെങ്കിപ്പനിയും ഇപ്പോൾ വ്യാപിക്കുകയാണ്. നിരവധി ആളുകളാണ് ചികിത്സ തേടുന്നത്. ഏകദേശം കഴിഞ്ഞ ഒരു മാസത്തിനിടെ പനി ബാധിച്ച് 5000-ലധികം പേരാണ് ആശുപത്രികളിൽ ചികിത്സ തേടിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. 3 പേര് ഡെങ്കിപ്പനി ബാധിച്ച് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും ബാധിച്ച് 3 പേരാണ് ജില്ലയിൽ കഴിഞ്ഞ മാസം തന്നെ മരിച്ചത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പകർച്ചവ്യാധികൾ വ്യാപകമാകുന്ന ഒരു സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം. കൃഷ്ണപ്രിയ പറഞ്ഞതുപോലെ ആശങ്കാജനകമായ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ മഴയൊക്കെ തുടങ്ങിയതോടുകൂടി പകർച്ചവ്യാധി വ്യാപനവും വളരെ കൂടുതലാണ്. ഇപ്പോൾ ജനങ്ങൾ ശ്രദ്ധിച്ച് കരുതലോടെ മുന്നോട്ട് പോവുക. ചെറിയ രോഗലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ ആശുപത്രിയിലെത്തി ഈ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുക.